എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നല്ലൊരു വെജിറ്റേറിയൻ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഒരു കടായിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. എണ്ണ നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. തീ ഏറ്റവും കുറച്ച് വയ്ക്കണം. ഈ ജീരകം ഒന്ന് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് കായം പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. 2 ഉരുളക്കിഴങ്ങാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇതൊന്ന് വഴറ്റിയതിന് ശേഷമാണ് ക്യാബേജ് ചേർക്കേണ്ടത്. അപ്പോൾ ആദ്യം ഈ ഉരുളക്കിഴങ്ങൊന്ന് വഴറ്റിയെടുത്ത ശേഷം ക്യാബേജ് ചേർത്ത് ഇത് തയ്യാറാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഉരുളക്കിഴങ്ങ് പകുതി വേവാകുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ക്യാബേജ് ചേർക്കാം. ഏകദേശം 2.5 കപ്പോളമാണ് ക്യാബേജ് ചേർക്കുന്നത്. ഇതിൽ ഗ്രീൻ പീസും കൂടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ സമയത്ത് ചേർക്കാത്തത്. അപ്പോൾ ആദ്യം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ക്യാബേജ് ഒരല്പം ഒന്ന് വഴറ്റിയെടുത്ത ശേഷമാണ് ഇതിലേക്ക് ഗ്രീൻ പീസും തക്കാളിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ക്യാബേജ് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3/4 കപ്പോളം ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്, അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി ഒരുപാടങ്ങ് വെന്തുടഞ്ഞ് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്കിനി നമുക്ക് ബാക്കിയുള്ള പൊടികളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ഗരം മസാലയുമാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ക്യാബേജും ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും എല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു 1-2 മിനിറ്റ് നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വെജിറ്റേറിയൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്